മക്കളെ പേജ് നമ്പർ 178 basic health care. All of you take that page. Listen, there are many simple and cheap ways of fighting and preventing diseases. അതായത് നമുക്ക് പല വഴിയിലൂടെ മെനി സിമ്പിൾ ആൻഡ് ചീപ്പ് വേസ്, അതായത് എളുപ്പമായ കുറെ മാർഗങ്ങളുണ്ട് എന്ത് രോഗങ്ങളെ തടുത്തു നിർത്താൻ വേണ്ടി അല്ലെ, പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി, ഡിസീസിനെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഒരുപാട് വഴികളുണ്ട്, എളുപ്പ വഴികളുണ്ട്, അല്ലെങ്കിൽ എന്താ കുറെ മാർഗങ്ങളിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അസുഖങ്ങളെ തടഞ്ഞു നിർത്താൻ പറ്റും അല്ലെ. നോക്കാം ഏതൊക്കെയാന്ന് നോക്കാം. If we keep ourselves and our surroundings clean, diseases cannot easily affect us. Cleanliness of the surroundings is the responsibility of the whole village, town or neighborhood. Safe drinking water is a must. So are proper drainage and garbage disposal systems. നമ്മൾ പറഞ്ഞു there are many ways, there are simple ways to prevent the diseases, many diseases. പല അസുഖങ്ങളെ തടഞ്ഞു നിർത്താൻ നമുക്ക് ചെറിയ ചെറിയ എളുപ്പ മാർഗങ്ങളിലൂടെ നമുക്ക് സാധിക്കും. അതിൽ ഒന്നാണ് നമ്മൾ പറഞ്ഞത് ക്ലീൻലിനെസ്, വൃത്തി അല്ലെ. എന്ത് വേണം? കീപ് അവർ സറൗണ്ടിങ്സ് ക്ലീൻ. നമുക്ക് എപ്പോഴും എന്ത് വേണം? നമ്മുടെ ചുറ്റുപാടും അല്ലെങ്കിൽ നമ്മുടെ ശരീരവും നമ്മുടെ ചുറ്റുപാടും എപ്പോഴും ക്ലീൻ ആയിരിക്കണം. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് വേ ടു പ്രിവെന്റ് ദ ഡിസീസസ്. മനസ്സിലായോ? രോഗങ്ങളെ തടുക്കാനുള്ള ഒരു ഏറ്റവും പ്രധാനപ്പെട്ട മാർഗമാണ് ഇത് വൃത്തി, ശുചിത്വം, ക്ലീൻലിനെസ്. ക്ലിയർ? സെക്കൻഡ് വൺ, poisonous fumes and smoke area danger to health in cities and factories. They should be controlled. Second point, poisonous fumes and smoke, പുക അല്ലെ. To avoid smoke and poisonous fumes, എന്ത് ചെയ്യണം? നമ്മൾ എന്താ പറയാ, പോയിസണസ് ആയ സംഭവങ്ങൾ അല്ലെങ്കിൽ സ്മോക്ക്, പുക, ഇതിനെ നമ്മൾ എന്ത് ചെയ്യാ, കൺട്രോൾ ചെയ്യാ, നിയന്ത്രിക്കുക. നമുക്കറിയാം വാഹനങ്ങളുടെ ഒക്കെ പുക, വാഹനങ്ങളുടെ അല്ലെങ്കിൽ ഫാക്ടറികളിൽ നിന്നൊക്കെ പുക നമ്മുടെ ശരീരത്തിന് ദോഷമാണ് അല്ലെ. നമ്മൾ പറയാണ്ട് എന്താ, സ്മോക്കിംഗ് ഇൻജൂറിയസ് ടു ഹെൽത്ത്. അതാ പുകവലി നല്ലതാണോ? അല്ല. ഒരാൾ പുകവലിക്കുമ്പോൾ നമ്മൾ അടുത്ത് നിന്നാൽ അതിന്റെ സ്മോക്കും നമ്മളെ ബാധിക്കും. മാത്രമല്ല വാഹനങ്ങളിൽ നിന്ന് വരുന്ന പുക, ഫാക്ടറീസിൽ നിന്ന് വരുന്ന പുക, ഇങ്ങനെയുള്ള സ്മോക്ക് അല്ലെങ്കിൽ പോയിസണസ് ഫ്യൂംസ് അഫക്റ്റ് അവർ ബോഡി അല്ലെ. സോ വി വാണ്ട് ടു കൺട്രോൾ ദ സ്മോക്ക് ആൻഡ് poisonous fumes. Through this way we can prevent many diseases from our society. Clear? Third point, inoculation programs prevent the spread of epidemics. മൂന്നാമത്തെ പോയിന്റ് ആണ് ഇനക്കുലേഷൻ പ്രോഗ്രാംസ്. അതായത് പല പല പ്രോഗ്രാമുകൾ നമ്മൾ നടത്താറുണ്ട്. എന്താ, എപ്പിഡമിക്സ്, പകർച്ചവ്യാധികളിൽ നിന്ന് ഇല്ലേ. ഹെൽത്ത് സെന്റേഴ്സിൽ നിന്നൊക്കെ ഒരുപാട് പ്രോഗ്രാംസ് ഇല്ലേ, ഇല്ലേ? പല പല ഹെൽത്ത് പ്രോഗ്രാംസിലൂടെ, ഇനക്കുലേഷൻ പ്രോഗ്രാംസിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അസുഖങ്ങളെ തടയാൻ പറ്റും. അതായത് കുറെ ക്ലാസ്സുകൾ, എന്താ അങ്ങനെ ചെയ്താൽ ഇങ്ങനെ, നമുക്ക് ഹെൽത്തിൽ നല്ല നല്ല നോളജ് തരാറുണ്ട്, അല്ലെങ്കിൽ ഹെൽത്തിൽ നിന്നൊക്കെ നമുക്ക് ഒരുപാട് സജഷൻസ് തരാറുണ്ട്. അതുപോലെ ഇനക്കുലേഷൻ പ്രോഗ്രാംസിലൂടെ നമുക്ക് പ്രിവെന്റ് ദ ഡിസീസസ്, സ്പ്രെഡ് ഓഫ് എപ്പിഡമിക്സ്. ഫോർത്ത് വൺ, ബാലൻസ്ഡ് ഡയറ്റ്, റെഗുലർ എക്സസൈസ് ഹെൽപ്സ് ടു ഫൈറ്റ് ഡിസീസ്. രോഗങ്ങളെ ചെറുക്കാൻ പറ്റും മറ്റൊരു വഴിയാണെന്ത്? ബാലൻസ്ഡ് ഡയറ്റ്. അതായത് നല്ലോണം വലിച്ചു വാരി എന്ത് കിട്ടിയാലും തിന്നണം അല്ലെ. ആണോ? അതാണോ ബാലൻസ്ഡ് ഡയറ്റ്? അല്ല അല്ലെ. നമ്മൾ എപ്പോഴും ഭക്ഷണത്തെ കൺട്രോൾ ചെയ്യണം. ബാലൻസ്ഡ് ഡയറ്റ് ആൻഡ് എക്സസൈസ്. എന്ത് ചെയ്യണം? അനങ്ങാതിരിക്കണം അല്ലെ ഹന്ന? ശരീരം അനങ്ങാൻ പാടില്ല, മെലിഞ്ഞു പോകുന്നോണ്ട്. അതാണോ ബാലൻസ്ഡ് എക്സസൈസ് ആൻഡ് ബാലൻസ്ഡ് ഡയറ്റ് ആൻഡ് എക്സസൈസ്? അല്ല. നമ്മൾ എന്ത് ചെയ്യാ, നമുക്ക് ആവശ്യമുള്ള ഭക്ഷണം മാത്രം വലിച്ചു വാരി കഴിക്കാതെ ആവശ്യമുള്ള ഭക്ഷണങ്ങള് ഒരു മിതമായ മിതമായ രീതിയിൽ കഴിക്കുക. മാത്രമല്ല ഡെയിലി എക്സസൈസ് ചെയ്യുക. ത്രൂ ദിസ് വേ വി ക്യാൻ പ്രിവെന്റ് മെനി ഡിസീസസ്. നെക്സ്റ്റ് വൺ, primary health centers and hospitals. Primary health centers, hospitals and dispensaries are set up for our care. Medical colleges train doctors to attend our health problems. Newspapers, magazines, book, radio and television make people aware of the importance of good health. നമുക്കറിയാം പ്രൈമറി ഹെൽത്ത് സെന്ററിൽ നിന്ന് അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ നിന്നൊക്കെ നമുക്ക് ഒരുപാട് സജഷൻസ് തരും അല്ലെ. നമ്മളെ കെയർ ചെയ്യാറുണ്ട്. മാത്രമല്ല മാഗസിനിൽ നിന്ന്, ന്യൂസ് പേപ്പറിൽ നിന്ന്, ബുക്കിൽ നിന്ന്, റേഡിയോയിൽ നിന്ന്, ടെലിവിഷനിൽ നിന്നൊക്കെ നമുക്ക് നോളജ്, നമ്മുടെ ശരീരത്തെ നമുക്ക് എങ്ങനെ സൂക്ഷിക്കാം എന്നുള്ളതിനെ കുറിച്ചുള്ള നോളജും ലഭിക്കാറുണ്ട്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇന്ന് പറഞ്ഞത് ബേസിക് ഹെൽത്ത് കെയറിലെ we can prevent many diseases from our society through the various activities.
through various activities. Which are the various activities to prevent the diseases in our society? ഏതൊക്കെ activities first one cleanliness അല്ലേ? to keep our surroundings clean. നമ്മുടെ ചുറ്റുപാടും അല്ലെങ്കിൽ നമ്മുടെ എന്താ നമ്മളെ ബോഡി എപ്പോഴും എന്തായിരിക്കണം? ക്ലീൻ ആയി സൂക്ഷിക്കുക. രണ്ടാമത്തെ പോയിന്റ് ആണിത് അവോയ്ഡ് സ്മോക്ക് ആൻഡ് പോയിസണസ് ഫ്യൂംസ് അല്ലെ? കൺട്രോൾ സ്മോക്ക് ആൻഡ് പോയിസണസ് ഫ്യൂം. അതായത് വണ്ടികളിൽ നിന്ന് വരുന്ന പുക, ഫാക്ടറികളിൽ നിന്ന് നമുക്കറിയാം എഞ്ചിൻ പണി എടുക്കാത്ത വണ്ടി അല്ലെ? എഞ്ചിൻ പണി എടുക്കാത്ത വണ്ടിയുടെ എങ്ങനെയാ പെട്ടെന്ന് മനസ്സിലാവും നമുക്ക്? അതിൽ നിന്ന് കറുത്ത പുക പോകുന്നുണ്ടാവും അല്ലെ? നിങ്ങൾ വണ്ടിയിൽ പോകുമ്പോ എഞ്ചിൻ മുമ്പിൽ പോകുന്ന വാഹനത്തിന് കറുത്ത പുക വരുമ്പോ അച്ഛൻ പറയാറുണ്ടോ? എഞ്ചിൻ പണിയൊന്നും എടുക്കലില്ലാന്ന് തോന്നുന്നു അല്ലെ? യെസ്. അപ്പൊ എഞ്ചിൻ പണിയൊന്നും കറക്റ്റ് ടൈമിൽ എടുത്തില്ല എങ്കിൽ ആ വരുന്ന പുക നമുക്ക് ദോഷമാണ്. നമ്മൾ എവിടെ പോയാലും കാണാറുണ്ട് പുക പരിശോധനാ കേന്ദ്രം എന്നൊക്കെ പറഞ്ഞ് കാണാറില്ലേ? അപ്പൊ വാഹനങ്ങളിൽ നിന്ന് വരുന്ന പുക ഏറ്റവും ദോഷമാണ് നമ്മുടെ ശരീരത്തെ ബാധിക്കുക അല്ലെ? ഏറ്റവും ദോഷമായിട്ടാണ് അത് ശരീരത്തെ ബാധിക്കുക. അപ്പൊ സെക്കൻഡ് പോയിന്റ് ഈസ് അവോയ്ഡ് പോയിസണസ് ഫ്യൂം ആൻഡ് smoke അല്ലെ? കൺട്രോൾ സ്മോക്ക് ആൻഡ് പോയിസണസ് ഫ്യൂംസ്. തേർഡ് വൺ ഇനക്യൂഷൻ പ്രോഗ്രാംസ്. ഇനക്കുലേഷൻ പ്രോഗ്രാംസ്. എന്താ ഇനക്കുലേഷൻ പ്രോഗ്രാം എന്ന് പറഞ്ഞാല് വേരിയസ് പ്രോഗ്രാംസ് ടു പ്രിവെന്റ് ദ സ്പ്രെഡ് ഓഫ് എപ്പിഡമിക്സ് ഇൻ ഹെൽത്ത് സെന്റേഴ്സ് എക്സെട്ര. സെമിനാറും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെക്കും. അങ്ങനെ കുറെ നോളജ് നമുക്ക് തരാറുണ്ട്. അങ്ങനെ ഇനക്കുലേഷൻ പ്രോഗ്രാംസിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പകർച്ചവ്യാധികളെ തടയാം. നെക്സ്റ്റ് വൺ ബാലൻസ്ഡ് ഡയറ്റ് ആൻഡ് എക്സസൈസ്. റെഗുലർ എക്സസൈസ് അല്ലെ? all of you do the regular exercise. All of you control the diet. Balanced diet and exercise help us to fight diseases. Then next one, primary health centers, doctors, dispensaries, hospitals, etc. Set up for our care. Caring. We can attain knowledge through newspapers, radio, television, magazines, books, etc. കിട്ടിയില്ലേ? ലാസ്റ്റ് വൺ പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ. ശ്രദ്ധിക്കണേ, പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ എന്താ ശ്രദ്ധിക്കുക? The developments in science, methods of treatment and healthcare have given people healthy lives. The average lifespan of Indians has increased. The death rate has fallen, while the birth rate has not come down. This has resulted in population explosion. This has created problems of unemployment, housing, food and water. ജനസംഖ്യയുടെ വർധനവ് ഉണ്ടാവാറുണ്ട് അല്ലേ? The developments in science, methods of treatment and healthcare have given people healthy lives. അതായത് നമ്മുടെ സയൻസിലുള്ള ഡെവലപ്മെന്റ്, സയൻസിലുള്ള മാറ്റം, പുരോഗതി, പിന്നെ ട്രീറ്റ്മെന്റിലുള്ള മാറ്റം. പണ്ടൊക്കെ നമുക്കറിയാം അസുഖം വന്നാൽ എന്താ ചികിത്സിക്കുവോ? ഇല്ല അല്ലെ? നല്ല ചികിത്സയില്ല, നല്ല ഹോസ്പിറ്റൽ ഇല്ല, നോളജ് ഉള്ള ഡോക്ടേഴ്സ് ഒന്നും പണ്ടുള്ള കാലങ്ങളിൽ ഇല്ല. ഇന്ന് നല്ല അറിവുള്ള ഡോക്ടേഴ്സ് വന്നു, ഇഷ്ടംപോലെ ഹോസ്പിറ്റൽസ് ഉണ്ട് അല്ലെ? നമ്മുടെ സയൻസിൽ ഒരുപാട് ഡെവലപ്മെന്റ്സ് ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ ഉള്ളത് കൊണ്ട് എന്താ രോഗം വന്ന് മരിക്കുന്ന ആൾക്കാരുടെ എണ്ണം കുറവാണ് പണ്ടത്തേതിൽ നിന്ന് അപേക്ഷിച്ച് നോക്കിയാൽ. പണ്ട് നമുക്കറിയാം നമ്മുടെ ഗ്രാൻഡ് മദറിന്റെ ഒക്കെ കാലത്ത് അസുഖങ്ങൾ കുറവാണ്, പക്ഷെ അസുഖങ്ങൾ വന്നാൽ ചികിത്സിക്കാനുള്ള ഹോസ്പിറ്റൽസോ അല്ലെങ്കിൽ എന്താ ഡോക്ടേഴ്സും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അല്ലെ? പിന്നെ എന്താ പറയാ, ബർത്ത് റേറ്റ് ഹാസ് നോട്ട് കം ഡൗൺ. അതായത് ജനന നിരക്ക് കുറയുന്നില്ല അല്ലെ? ഇഷ്ടംപോലെ ഒരു ദിവസം ഇഷ്ടംപോലെ മക്കൾ ഉണ്ടാവുന്നുണ്ട് അല്ലെ? കുഞ്ഞുമക്കള് പറക്കുന്നില്ലേ? യെസ്. ഇതൊക്കെ കൊണ്ട് നമുക്ക് എന്താ പോപ്പുലേഷൻ ഉണ്ടാവുന്നുണ്ട്. അപ്പൊ നമുക്ക് ഒരുപാട് എന്താ പറയാ ഡെവലപ്മെന്റ്സ് എക്കണോമിക്കിലായാലും സയൻസിലായാലും മെത്തേഡ്സ് ഓഫ് ട്രീറ്റ്മെന്റിലായാലും ഹെൽത്ത് കെയറിന്റെ കാര്യത്തിലൊക്കെ നമുക്ക് ഡെവലപ്മെന്റ്സ് ഉള്ളത് കൊണ്ട് നമുക്ക് ഇന്ന് നമ്മളെ ചികിത്സിക്കാൻ ഒരുപാട് ഡോക്ടേഴ്സ്, ഹോസ്പിറ്റൽ, നമുക്ക് ട്രീറ്റ്മെന്റ് ഫെസിലിറ്റീസ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. This has resulted population explosion. ഇത് എന്തിന് കാരണമാകുന്നു? പോപ്പുലേഷൻ എക്സ്പ്ലോഷന് കാരണമാകുന്നു. ഇപ്പൊ പോപ്പുലേഷൻ കൂടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? എന്താ പറയാ ജനപ്പെരുപ്പം, അതായത് പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ ഉണ്ടായാൽ എന്ത് സംഭവിക്കും? ഒരുപാട് ആൾക്കാർ വന്നാൽ എന്താ സംഭവിക്കുക? ജനങ്ങൾ ധാരാളം കൂടിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? നമുക്കറിയാം പണ്ടുള്ള കാലത്ത് കുറെ സ്ഥലമൊക്കെ ഓരോരോ ആൾക്കാർക്ക് ഉണ്ടായിരുന്നു അല്ലെ? ഇപ്പൊ എന്തായി? കുറഞ്ഞില്ലേ അല്ലെ? നമുക്ക് നമ്മുടെ അമ്മമ്മയ്ക്ക് 100 സെന്റ് സ്ഥലം ഉണ്ടായിരുന്നെങ്കിൽ അത് 2 മക്കൾക്ക് കൊടുക്കുമ്പോ 50 ആയി. 50 വീണ്ടും മറ്റുള്ള മക്കൾക്ക് കൊടുക്കുമ്പോ 25 ആയി. 25 അല്ലെ? അങ്ങനെ കുറഞ്ഞു സ്ഥലം കുറയുന്നു. ആൾക്കാരുടെ എണ്ണം കൂടിയാലും സ്ഥലം കൂടുന്നുണ്ടോ?
ഇല്ല അല്ലെ? മാത്രല്ല ജോലി കുറയും, അൺഎംപ്ലോയ്മെന്റ് തൊഴിലില്ലായ്മ, ഇത്രയും ആൾക്കാർക്ക് ജീവിക്കാനുള്ള തൊഴിൽ നമ്മുടെ സമൂഹത്തിൽ ഇല്ല. പിന്നെ വീടുണ്ടാവില്ല, വീടിന് കുറവാണ്. വെള്ളം, വാട്ടർ ഷോർട്ടേജ് വരും അല്ലെ? ഓക്കെ, ഇപ്പൊ പോപ്പുലേഷൻ കൂടിക്കഴിഞ്ഞാൽ ഉള്ള പ്രശ്നം, പോപ്പുലേഷൻ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കും? പോപ്പുലേഷൻ കൊണ്ട് നമുക്ക് ഉണ്ടാവുന്ന പ്രശ്നങ്ങളാണ് അൺഎംപ്ലോയ്മെന്റ്, ഹൗസിംഗ്, ഫുഡ്, വാട്ടർ എക്സെട്ര. പ്രോബ്ലംസ് ഓഫ് വാട്ടർ, പ്രോബ്ലം ഓഫ് ഫുഡ്, പ്രോബ്ലം ഓഫ് ഹൗസ്, പിന്നെ അൺഎംപ്ലോയ്മെന്റ് പ്രോബ്ലം എക്സെട്ര ആർ ദ പ്രോബ്ലം ക്രിയേറ്റഡ് ഡ്യൂ ടു ദ പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ. മനസ്സിലായില്ലേ? ഒന്ന് വായിച്ചു നോക്കിയേ. ഇന്ന് എടുത്തത് കുറച്ചേ ഉള്ളൂ, ഒന്ന് വായിച്ചു നോക്കിയേ പെട്ടെന്ന്. വായിച്ചില്ലേ മക്കളെ? കുറച്ചേ ഉള്ളൂ, എത്ര പെട്ടെന്ന് വായിക്കാം. നമുക്ക് അതിന്റെ എക്സസൈസും കൂടെ ചെയ്യാം. നോക്ക്, fill in the blanks. തനിയെ ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ, 5 എണ്ണം. ഒന്ന് പെട്ടെന്ന് ചെയ്തേ, 5 എണ്ണം നിങ്ങൾക്ക് തനിയെ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. എന്തെങ്കിലും സംശയം ഉണ്ടോ ആർക്കെങ്കിലും ഈ ലെസണില്? ഇല്ല. ഓക്കെ മക്കളെ, നോക്ക്, fill in the blanks. ഫസ്റ്റ് വൺ, dash is used to check fever. ഫീവർ ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്താ യൂസ് ചെയ്യാ? യെസ്, ഗുഡ്. മുഹമ്മദ് പറയുന്നത് ശരിയാണ്. എന്താ അത്? തെർമോമീറ്റർ. തെർമോമീറ്റർ യൂസ്ഡ് ടു ചെക്ക് ദ ഫീവർ. തെർമോമീറ്റർ യൂസ്ഡ് ടു ചെക്ക് ഫീവർ. തെർമോമീറ്റർ, പനി നോക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന സാധനത്തിന്റെ പേരാണ് തെർമോമീറ്റർ. ഓക്കെ. Second one, ECG machines record the working of the dash. ECG നമുക്കറിയാം, നമുക്കൊരു നെഞ്ചുവേദന വന്നു കഴിഞ്ഞാൽ ഡോക്ടറെ അടുത്ത് പോയാൽ എന്താ പറയാ? ECG എടുക്കണം എന്ന് പറയും അല്ലെ? ECG machines record the working of heart. HEART, heart. ഹൃദയത്തിന്റെ പ്രവർത്തനം നോക്കാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് എടുക്കുക? ECG എടുക്കുക അല്ലെ?
Then next one, third one, Louis Pasteur discovered the process of dash. ലൂയിസ് പാസ്റ്റർ എന്തോ ഒരു പ്രോസസ് കൊണ്ടുവന്നില്ല, അതിന്റെ പേരെന്താ? അയാളുടെ പേരോട് ചേർന്ന ഒരു ആക്ടിവിറ്റിയുടെ ഒരു പ്രോസസ് ആണ്. എന്താ അത്? നമ്മൾ പറഞ്ഞു പാലൊക്കെ തിളപ്പിച്ചാറ്റി കുടിക്കണം എന്നൊക്കെ പറഞ്ഞില്ലേ? ആ പ്രോസസ്സിന് എന്താ പറയാ? പാസ്റ്ററൈസേഷൻ. യെസ്, ഗുഡ്. പാസ്റ്ററൈസേഷൻ. സ്പെല്ലിംഗ് തെറ്റരുത്, നോക്കി ചെയ്യാം. PASTEURIZATION. പാസ്റ്ററൈസേഷൻ. Louis Pasteur discovered the process of pasteurization. Then fourth one, dash prevent the spread of epidemics. Dash prevent the spread of epidemics. പകർച്ചവ്യാധികളെ തടയാൻ എന്തോ ഒരു പ്രോഗ്രാം നമ്മൾ പറഞ്ഞില്ലേ സഹായിക്കുന്ന? എന്താ അത്? ഇനോക്കുലേഷൻ പ്രോഗ്രാംസ്. Inoculation programs. INO. Inoculation. 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 Inoculation programs. INOCULATION. Inoculation programs. Okay. Then fifth one, population dash is a result of increased birth rate. Birth rate കൂട്ടുന്നത് എന്തായിരുന്നു? ബർത്ത് റേറ്റ് കൂട്ടുന്നൊക്കെ നമ്മൾ പറഞ്ഞില്ലേ? ബർത്ത് റേറ്റ് കൂട്ടും, പിന്നെ എന്താ പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ കാരണം നമുക്ക് അൺഎംപ്ലോയ്മെന്റ് ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞില്ലേ? എന്താ അത്? population explosion. Yes, population explosion. 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 Okay, so fill in the blanks is almost over. Next one, match the columns. You can do, all of you please do, match the column. Match the column പെട്ടെന്ന് ഒന്ന് കണ്ടുപിടിച്ചേ. കിട്ടിയില്ലേ? ആൻസർ കിട്ടിയോ? ഫസ്റ്റ് വൺ നോക്ക്, ഞാൻ വായിക്കാം. കോളം എ അലക്സാണ്ടർ ഫ്ലെമിംഗ്. സെക്കൻഡ് വൺ എഡ്വേർഡ് ജെന്നർ. തേർഡ് വൺ ഡാനിയൽ ഗബ്രിയൽ ഫാരൻഹീറ്റ്. ഫോർത്ത് വൺ ഗലീലിയോ. ഫിഫ്ത് വൺ ജെയിംസ് സിംസൺ. സിക്സ്ത് വൺ ജോസഫ് ലിസർ. കോളം ബി microscope, antisepsis, chloroform, penicillin, thermometer, vaccination. ഒന്നാമത്തത് അലക്സാണ്ടർ ഫ്ലെമിംഗ്. അലക്സാണ്ടർ ഫ്ലെമിംഗ് ഏതാ? അലക്സാണ്ടർ ഫ്ലെമിംഗ്
Alexander Fleming. എന്താ മുഹമ്മദ് പറയുന്നുണ്ട്. Alexander Fleming. Penicillin. Very good. Penicillin. Alexander Fleming. Penicillin. All of you match. 1 with D. 1-നെ D-യിലേക്ക് മാച്ച് ചെയ്യാം. Alexander Fleming. Penicillin. Alexander Fleming discovered penicillin. Then second one, Edward Jenner. Edward Jenner. ആരാ പറയാ? എഡ്വേർഡ് ജെന്നർ. എഡ്വിനെ പറഞ്ഞോ. എഡ്വേർഡിന്റെ കാര്യം എഡ്വിൻ പറഞ്ഞോ. എഡ്വിൻ അൺമ്യൂട്ട് ചെയ്ത മോനെ. എഡ്വിൻ എന്തായിരുന്നു എഡ്വേർഡ് ജെന്നർ? പറഞ്ഞേ സായി കൃഷ്ണ. എഡ്വേർഡ് ജെന്നർ. Thermometer. എഡ്വേർഡ് ജെന്നറാ? Sorry. എഡ്വേർഡ് ജെന്നർ തെർമോമീറ്റർ. അടി കിട്ടും. Vaccination. വാക്സിനേഷൻ. എഡ്വേർഡ് ജെന്നർ വാക്സിനേഷൻ. Then third one, Daniel Gabriel Fahrenheit. Daniel Gabriel Fahrenheit. എന്തായിരുന്നു ലക്ഷ്മി? അൺമ്യൂട്ട് ചെയ്തോ. Thermometer. Good. Thermometer. Thermometer discovered by Fahrenheit. Okay. Then fourth one, Galileo. Grace, Galileo. Grace. Galileo. എന്തായിരുന്നു ഗലീലിയോ കണ്ടുപിടിച്ചത്? മൈക്രോസ്കോപ്പ്. ഗലീലിയോ മൈക്രോസ്കോപ്പ്. Okay. Then fifth one, James Simpson. James Simpson. എന്തായിരുന്നു ജെയിംസ് സിംപ്സൺ കണ്ടുപിടിച്ചത്? ആരാ പറയാ? ഹന്ന. Chloroform. ക്ലോറോഫോം അല്ലെ? ക്ലോറോഫോം എന്താ? മണപ്പിച്ചാല് എന്ത് പറ്റും? ക്ലോറോഫോം ശ്വസിച്ചാൽ എന്ത് സംഭവിക്കും? നല്ലവണ്ണം ശ്വാസം കിട്ടും അല്ലെ? അല്ലേ എഡ്വിനെ? ആണോ? ക്ലോറോഫോം ശ്വസിച്ചാൽ നല്ലവണ്ണം ശ്വാസം കിട്ടുക? ബോധം കെട്ട് വീഴും. Chloroform, James Simpson. Then sixth one, Joseph Lizer. Antisepsis. Antisepsis. Okay. Next one is your homework. Next one, I mean C. C is your homework. Names of machines, diseases, scientists are hidden in the words search. താഴെ കാണുന്നതില് മെഷീന്റെ പേര്, അതുപോലെ മെഡിസിന്റെ പേര് അല്ലെങ്കിൽ ഡിസീസിന്റെ പേര്, സയന്റിസ്റ്റിന്റെ പേരൊക്കെ ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. നിങ്ങൾ അത് കണ്ടുപിടിക്കാം. ഓരോ മെഡിസിന്റെ പേരോ അല്ലെങ്കിൽ സയന്റിസ്റ്റിന്റെ പേര്, അതും അല്ലെങ്കിൽ എന്താ പറയാ ഡിസീസിന്റെ പേര്, അതും അല്ലെങ്കിൽ മെഡിസിന്റെ പേരൊക്കെ അവിടെ ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. അത് നിങ്ങളൊന്ന് കണ്ടുപിടിക്കാം. കിട്ടുന്നുണ്ടോ ആർക്കെങ്കിലും? പെട്ടെന്ന് ചെയ്തോ, നോക്കട്ടെ. ലിസർ ഉണ്ട്, പിന്നെ ആരാ വേണ്ടല്ലേ? പെൻസിലിൻ ഉണ്ട് അവിടെ. പ്ലേഗ്. പ്ലേഗ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു അസുഖമാണല്ലേ? എലിയിൽ നിന്ന് വരുന്ന അസുഖത്തിനെയാണ് നമ്മൾ എന്താ പറയാ? പ്ലേഗ് എന്ന് പറയാം. ക്ലോറോഫോം ഉണ്ട്, പിന്നെ എക്സ്റേ എന്ന് കാണുന്നുണ്ട്, സിംസൺ എന്നുള്ള പേര് കാണുന്നുണ്ട്, പിന്നെയോ സ്മോൾ പോക്സ് ഉണ്ട്, മലേറിയ ഉണ്ട്. കിട്ടിയാ? ആദിത്യ ഒന്ന് അൺമ്യൂട്ട് ചെയ്ത്. ആദിത്യ മുടിയൊന്നും മുറിക്കുന്നില്ല. ആദിത്യ അൺമ്യൂട്ട് ചെയ്തേടാ. മുടി മുറിക്കുന്നൊന്നുമില്ലേ? മുടി എല്ലാം വളർന്നല്ലോ.
അല്ല ചീകാത്തോണ്ടാ? അവന്റെ അച്ഛൻ മുറിക്കുന്നു പറഞ്ഞിട്ടുണ്ട്. അച്ഛൻ മുറിക്കുന്നു പറഞ്ഞിട്ടുണ്ടാ? ആ നന്നായി. എന്നാ പെട്ടെന്ന് മുറിച്ചോ. ഇപ്പൊ കാണാൻ ഒരു സ്റ്റൈലും ഇല്ലടാ. മുടി വളരുമ്പോ മുടിയൊക്കെ മുറിച്ചുകളാ, എന്നാലേ സുന്ദരനാവുള്ളൂ. കിട്ടിയ മക്കളെ? എത്രണ്ണം കിട്ടി? ഒരെണ്ണോ ജോസി? ഹന്നക്ക് കിട്ടിയിട്ടുണ്ട്. മുഹമ്മദ് കെ ചെയ്തോ. കുറെ വേർഡ്സ് ഉണ്ട്, 1 2 ഒന്നും അല്ല, ഒരുപാട് വേർഡ്സ് ഉണ്ട്. 1 2 3 4 5 6 7 8 9 10 എണ്ണം ഉണ്ട്. രണ്ടെണ്ണം ബാക്കി ചെയ്യേ. പൊളിറ്റിക്കൽ ഡിവിഷൻസ് പറഞ്ഞിട്ടില്ലേ, അത് 10th ലെവലില് ഈ ലോങ് ആൻസേഴ്സ് പോലെ ഫ്ലോയിങ് ക്വസ്റ്റ്യൻസ് ഇല്ല. അതില് ഒന്നാമത്തെ രണ്ടാമത്തെ ചോദ്യം മിസ് ഒന്നാമത്തെ രണ്ടാമത്തെ ചോദ്യം മിസ് വിട്ടതാണോ അത് റെക്കോർഡ് ചെയ്യാം, അത് എഴുതി റെക്കോർഡ് ചെയ്യാം. പെട്ടെന്ന്. ആരാന്നേ ലക്ഷ്മിപ്രിയനെ പിടിച്ച് ഞെക്കുന്നത്? അതാരാ? എന്റെ കുഞ്ഞിനെ വിട്ടേ, ഞെക്കണ്ട. എന്റെ മോളെ ചെയ്യല്ലേ, എന്റെ മോളെ ചെയ്തൂടാ. എന്റെ മോളെ ചെയ്ത, എനിക്ക് വേറെ മോളില്ല. അപ്പൊ ഇവര് ചോദിക്കും മിസ്സേ നമ്മളൊന്നും മോളല്ലേ എന്ന്. എല്ലാരും മക്കളാണ് കേട്ടോ, വെറുതെ പറഞ്ഞതാ. എല്ലാവരും എന്റെ മക്കള് തന്നെയാ. കിട്ടി? പെട്ടെന്ന്. മക്കളെ ഒരു കാര്യം ചെയ്യാം, അത് നിങ്ങൾ ചെയ്തിട്ട് ഇപ്പൊ തന്നെ മിസ്സിനൊന്ന് ഫോട്ടോ എടുത്ത് സെൻഡ് ചെയ്യണേ. ക്ലാസ് കട്ടാകാനായി. ഓക്കെ, ബൈ ബൈ, സീ യു ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. ടെക്സ്റ്റ് നന്നായി വായിക്കണം. ബൈ ബൈ.